കോഴിക്കോട് MJ സ്കൂളിലെ കുറച്ച് ഒപ്പന വൈബുകളാണ് ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നത്. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. എങ്ങനെയുണ്ടായിരുന്നു ഈ സംസ്ഥാന കലോത്സവം വരെ എത്തി അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് പേരൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഷമീബാനു, ആമിന, ദിൽന, അൻഷിയ, ഫിദാന, സിയ, ലിയ, മെഹന്ന, അൻഹ. എങ്ങനെയുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ് കലോത്സവം വരെയുള്ള ഒരു യാത്ര? അടിപൊളിയായിരുന്നു. ജില്ലയിൽ എങ്ങനെയുണ്ടായിരുന്നു? ജില്ലൻ്റെ കുഴപ്പമില്ലായിരുന്നു. കുറേ ഞങ്ങൾ ക്ഷീണിച്ചു. ജില്ലക്ക് സ്റ്റേറ്റ് കുഴപ്പമില്ല. ടൈം പറഞ്ഞത് കുറച്ച് മാറിപ്പോയിക്കും. സ്റ്റേജ് കുറേ ഓരോ മാറ്റി. അങ്ങനെ നമ്മൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതിലപേക്ഷിച്ച് സ്റ്റേറ്റ് നമുക്ക് നല്ലോണം പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ എത്ര മണിക്കാണ് നിങ്ങൾ പെർഫോം നടന്നത്? ഇന്നലെ ഞങ്ങളൊരു 12 മണി 11 മണിയൊക്കെ ആയിണ്ടാവും. കറക്റ്റ് ഓർമ്മയില്ല. എത്ര മണി മുതൽ മേക്കപ്പ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്? വൈകുന്നേരം തുടങ്ങിയിരിക്കുന്നു. ഒരു മഗ്‌രിബ് ഒരു 6 മണി ടൈമിൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു മാറ്റാൻ. ഈ ആരൊക്കെ പാട്ട് പാടുന്ന മൂന്ന് ഭയങ്കര പാട്ടുകാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ അവിടെ ഒപ്പനയുടെ. ആരൊക്കെയാ പേരെന്തൊക്കെയാ? അൻഷിയ, ദിൽന, ഫിദാന. ഏത് പാട്ടായിരുന്നു ഇത്തവണ എടുത്തത്? ഇത്തവണ എടുത്തത് ബിസ്മില്ല എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. ആരാ പഠിപ്പിച്ചോക്കെ ഒപ്പന? നാസിർ സാറായിരുന്നു. ജില്ലയ്ക്കും പുള്ളി തന്നെയായിരുന്നു. അതെ. എല്ലാവരും പഠിക്കുന്ന എത്രയിലൊക്കെ എത്ര ക്ലാസ്സിലെ ആൾക്കാരുണ്ട്? +1 +2. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഈ അവസാനത്തെ കലോത്സവമാണല്ലോ ഇത്. അതെ. ആരൊക്കെയാ +2 ഉള്ളത്? +2 8 ആൾക്കാരാണ്. ബാക്കി 3 ആൾക്കാർ +1. അപ്പോൾ അടുത്ത വർഷത്തെ കുറച്ച് ബാക്കിയും വെച്ച് ബാക്കിയുള്ളവർ പോവുകയാണല്ലേ? അതെ അതെ. എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രാക്ടീസൊക്കെ? എത്ര ദിവസം എടുത്തു ഈ ഇത് പൂർത്തിയാക്കാനൊക്കെ? ഞങ്ങൾ സ്കൂൾ തുറന്നപ്പോഴേ തുടങ്ങിയിരിക്കുന്നത് പ്രാക്ടീസൊക്കെ. സ്റ്റേറ്റ് ഉറപ്പിച്ച് തന്നെയായിരുന്നു പ്രാക്ടീസ് തുറക്കുമ്പോൾ തുടങ്ങി അല്ലേ? ക്ലാസ്സൊക്കെ മിസ്സായോ ഈ പഠിക്കുന്നതിനിടയ്ക്ക്? കുറേ ക്ലാസ് മിസ്സായി. 1.5 വർഷത്തോളം മിസ്സായി. അപ്പോൾ വീട്ടുകാരും ടീച്ചറൊക്കെ എന്ത് പറയുന്നു ഈ ക്ലാസ്സൊക്കെ മിസ്സാകുമ്പോൾ? ഓൾക്ക് കുറച്ച് സങ്കടമുണ്ട്. പക്ഷേ ഗ്രേസ് മാർക്കിനാണല്ലോ ഞങ്ങൾ കളിക്കുന്നത്. അങ്ങനെ അപ്പോൾ ക്ലാസ്സിൽ ലേശം മാർക്ക് പറഞ്ഞാൽ ഇതിൽ പിടിക്കാനുള്ളൊരു വിശ്വാസം അല്ലേ? അപ്പോൾ നമുക്ക് ചെറിയൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി നടത്തി തരാമോ? അപ്പോൾ പാട്ട് പാടുന്ന 3 ആൾക്കാർ ഒന്നും ഇങ്ങോട്ട് വന്നിട്ട്. ആരായിരുന്നു മണവാട്ടി? ആരായിരുന്നു? മണവാട്ടിൻ്റെ പേരെന്താ? സിയ. അപ്പോൾ ചെറിയൊരു ഭാഗം ഞങ്ങൾക്ക് എടേ. നോക്കിയെന്നും പൊന്നുപോലെ ശോഭിതരായവരുത്തമരന്നേ, താഹിറത്തായവ സാലിഹ് തന്നെ, ജീവിത വിജയം കൊയ്തവരന്നേ. കൊയ്തവർ വന്ന റസൂലിൻ മുന്നിൽ സങ്കടമോതുന്നേ. കരുണർ മുസ്തഫയതിനാൽ പുഞ്ചിരിയാലെ സമ്മതമേകുന്നേ. ഏകിയൊരുത്തമ ബീവി നടന്നേ, ഏകനിലായിൽ ഹംദ് മുഴിഞ്ഞേ, ആകെ ഇബാദത്തിൽ മുഴുകുന്നേ. മുഴുകിയൊരുത്തമ നാരി ചരിത്രത്താളിൽ പൊന്നൊളി തൂകുന്നേ. മാതൃകയായവർ സത്യമതത്തിൻ ഉത്തമ ചിത്രം തുന്നുന്നേ. എന്തായാലും അടിപൊളിയായിരുന്നു. വേറെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പരിപാടി പങ്കെടുക്കുന്നുണ്ടോ സ്റ്റേറ്റില്? അറിയില്ല. ഒപ്പന ടീം മാത്രമാണിത്? ഒപ്പന ടീം മാത്രം. എന്തായാലും വൈബ് ഒപ്പന ടീം അതിഗംഭീരമായിട്ട് ഇന്നലെ കളിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ട്. എന്തായാലും അവരുടെ റിസൾട്ടിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.